നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫോർത്ത് ഹൗസിനെ പറ്റിയാണ്. ഫോർത്ത് ഹൗസ് എന്ന് പറയുമ്പം ഹോം ആൻഡ് ഫാമിലി, നമ്മുടെ വീടും നമ്മുടെ കുടുംബവും നമ്മുടെ പാരമ്പര്യവും 4-ാം ഭാവമാണ്. നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ്, നമ്മുടെ സ്റ്റെബിലിറ്റി, നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ സുഖഭാവമാണ് 4-ാം ഭാവം. ഇമോഷണൽ ഫൗണ്ടേഷൻ 4-ാം ഭാവമാണ്. നമ്മുടെ റൂട്ട് ആൻഡ് ഹെറിറ്റേജ്, നമ്മുടെ റൂട്ട്സ്, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പരദേവത, അമ്മ, നമ്മുടെ സ്വസ്ഥമായിട്ടിരിക്കുന്നത്. സ്ത്രീജാതകത്തിലാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവ ഗുണങ്ങൾ, പ്രത്യേകിച്ച് ഹസ്ബൻഡിനോടോ അല്ലെ പാർട്ട്ണറിനോടോ ഉള്ള കമ്മിറ്റ്മെൻറ്റ്, ഇതൊക്കെ 4-ാം ഭാവമാണ്. അതുപോലെ തന്നെ പേഴ്സണൽ സ്പേസ് ആൻഡ് സെക്യൂരിറ്റി 4-ാം ഭാവമാണ്. പൂർവ്വകാലത്തുനിന്ന് കിട്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ, നമ്മുടെ വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻസ്, നമ്മുടെ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ 4-ാം ഭാവം ആണ്. അപ്പം 4-ാം ഭാവാധിപൻ കേന്ദ്രഭാവാധിപനാണ്. കേന്ദ്രഭാവം എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഭൗതിക സുഖങ്ങളെ കിട്ടുന്നുണ്ട്. വാഹനഭാവമാണ്. നമുക്ക് വാഹനം, വണ്ടി വാഹനാദികൾ ഒക്കെ കിട്ടുന്നുണ്ട്. വീടെന്ന്, ഹോം എന്ന് പറയുമ്പോൾ ഹോമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും, മനസമാധാനം, സ്വസ്ഥത, വീട്ടിലെ സ്വസ്ഥത, ഇതൊക്കെ 4-ാം ഭാവമാണ്. അപ്പം 4-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം, നമ്മൾ ഭാവിയിൽ നമ്മൾ പ്രശ്നത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് വിശദമായിട്ട് ഈ ഭാവങ്ങളെയൊക്കെ ഒന്നുകൂടെ പറയാം. ഞാൻ അത്ര യാഥാസ്ഥികനല്ല, ആധുനിക രീതിയിലുള്ള പഠനമാണെന്ന് പറയുന്നുണ്ട് പലരും. അപ്പം ഞാനിപ്പം കുറച്ച് നമ്മൾ പാരമ്പര്യമല്ലാതെ എൻ്റെ ഒരു അന്വേഷണം, ഒരു റിസർച്ച് സ്റ്റൈലിലുമാണിത് പോകുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ അനുഭവങ്ങളും ഒക്കെ വെച്ചിട്ട് പോയിട്ട് നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ പ്രശ്നം എന്ന് പറയുന്ന കേരളീയമായിട്ടുള്ള ഒരു പ്രശ്ന രീതിയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത്, കബഡി പ്രശ്നത്തെക്കുറിച്ചും താമ്പൂല പ്രശ്നത്തെക്കുറിച്ചൊക്കെ നമുക്കൊരു ചെറിയ ക്ലാസ്സുകളെടുത്ത് പോവാം. ആ സമയത്ത് ഞാൻ വേറൊരു സ്റ്റൈലിൽ ശ്ലോകങ്ങളൊക്കെ വെച്ച് നമുക്ക് ഓരോ വാക്കുകളും തുറന്ന് നമുക്കത് പഠിക്കാം. ഇപ്പോൾ ഒരുപാട് പേര് അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും അവരുടെ അടുത്തൊക്കെ പോയി പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക. അങ്ങനെ പാരമ്പര്യമായിട്ട് പഠിക്കാൻ സാധ്യത കിട്ടുന്നിടത്താണെങ്കിൽ നിങ്ങൾ പോയി പഠിക്കുക. അതിനുശേഷം നിങ്ങൾക്കൊരു റെഫറൻസ് പോലെ നമുക്കത് ഭാവിയിൽ ചെയ്യാം. പക്ഷേ തൽക്കാലം നമുക്കിപ്പോൾ ഈ ഭാവചിന്തയും നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയ കുറേ കാര്യങ്ങളും പറയണമല്ലോ. അപ്പോൾ അതങ്ങനെ മുന്നോട്ട് നോക്കാം. അപ്പം 1-ാം ഭാവാധിപനും 4-ാം ഭാവാധിപനും 7-ാം ഭാവാധിപനും 10-ാം ഭാവാധിപനും ഒരാളുടെ ഭൗതിക ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കും. ഒരാളുടെ ഭൗതിക ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കും. അപ്പം പ്രത്യേകിച്ച് 4-ാം ഭാവാധിപൻ, കേന്ദ്ര ഭാവാധിപൻ എന്ന് പറഞ്ഞ അയാളുടെ സുഖം, വീടാണ്, അയാളുടെ അമ്മയിൽ നിന്ന് കിട്ടേണ്ട സന്തോഷമാണ്, വീട്ടിൽ നിന്ന് കിട്ടേണ്ട സന്തോഷമാണ്, വീട്ടിൽ നിന്ന് കിട്ടേണ്ട സെക്യൂരിറ്റിയാണ്, അയാളുടെ കംഫർട്ടാണ്, ഇതെല്ലാമാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഭാവത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ 4-ാം ഭാവാധിപൻ്റെ ബലം ഒരാളുടെ മനസമാധാനത്തിനും സ്വസ്ഥതയ്ക്കും നല്ല സ്വഭാവത്തിനും അത്യാവശ്യമാണ്. സ്ത്രീജാതകത്തിൽ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ, അതുപോലെ തന്നെ വ്യാഴബന്ധമില്ലാത്ത നിൽക്കുന്ന സ്ത്രീജാതകത്തിൽ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന പാപനായിട്ടുള്ള ഗ്രഹങ്ങൾ, അതുപോലെ തന്നെ ചന്ദ്രൻ, ഇതൊക്കെ ഭർത്താവിനോടുള്ള കമ്മിറ്റ്മെൻറ്റ്സിനെ കുറയ്ക്കും. അപ്പോൾ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീജാതകത്തിൽ റിലേഷൻഷിപ്പിൽ അവർക്ക് എത്രത്തോളം അവർക്ക് കമ്മിറ്റഡ് ആയിരിക്കാൻ പറ്റുമോ, അവർക്ക് എത്രത്തോളം ഇമോഷണലി അവൈലബിൾ ആയിട്ടിരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇമോഷണലി എത്രത്തോളം ചേർന്നിരിക്കാൻ പറ്റുമോ എന്നുള്ളത് 4-ാം ഭാവമാണ് സൂചിപ്പിക്കുന്നത്. ഈ 4-ാം ഭാവത്തിന് പാപബന്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ട്രോമയിലൂടെയൊക്കെ കടന്നു പോയിട്ട്, പ്രത്യേകിച്ച് ചന്ദ്രൻ നിന്നാൽ, അത് കുജൻ നിന്നാൽ, ഇതൊക്കെ ഒരുപാട് ട്രോമയിലൂടെയൊക്കെ കടന്നു പോയിട്ട് ഇമോഷണലി അൺഅവൈലബിൾ ആവാനുള്ള ഒരു ടെൻഡൻസി റിലേഷൻഷിപ്പിൽ ഇവർക്കുണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഭാവവും കൂടിയാണ്. അപ്പോൾ നമുക്ക് 4-ാം ഭാവാധിപൻ 1-ാം ഭാവത്തിൽ നിന്നാൽ എന്തായിരിക്കും ഫലം എന്നും കൂടെ ഒന്ന് നോക്കാം. 4th ഹൗസിലോട് 1st ഹൗസിൽ നിന്നാൽ ഇമോഷണലി വളരെ സെൻസിറ്റീവായിരിക്കും. 4-ാം ഭാവാധിപൻ ലഗ്നത്തിൽ വരുമ്പോൾ അമ്മ, അവരുടെ കുടുംബം, അവരുടെ ചുറ്റുപാടുകളും ഒക്കെ അവരുടെ ഐഡൻറ്റിറ്റിയെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇമോഷണൽ ടെർമോയിലിനും അതുപോലെ തന്നെ മൂഡ് സ്വിങ്സിനും ഒക്കെ ഉള്ളൊരു സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് 4-ാം ഭാവത്തിൻ്റെ കാരകൻ ചന്ദ്രനും കൂടെ, ചന്ദ്രനും ബുധനും ഒക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ 2 ഗ്രഹങ്ങളും ഒരു പ്രത്യേകതരം എൻ്റേത്, എനിക്ക്, ഞാനെന്നുള്ള വികാരമുള്ള വൈശ്യഗ്രഹങ്ങളാണ്. ഈ 4-ാം ഭാവത്തിൽ ഈ 2 ഗ്രഹങ്ങളായതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. 4-ാം ഭാവത്തിൽ വാഹനം എടുക്കാൻ നേരത്തെ നമ്മൾ ശുക്രനെയും കൂടി ഒന്ന് നോക്കുകയും വേണം. ഈ ചന്ദ്രബുധന്മാർ ആയതുകൊണ്ട് തന്നെ ഈ ഭാവത്ത് എപ്പോഴും ഞാൻ, എൻ്റേത്, എനിക്കുള്ളതെന്നുള്ള ഒരു
ഐ എനിക്ക് ആകെ ഒരു കംഫോർട്ട് നോക്കുന്ന ഒരു ഭാവം കൂടിയായത്. ഈ ഭാവാധിപൻ ലഗ്നത്തിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്നുമുള്ള സാഹചര്യങ്ങളും സപ്പോർട്ടിലോടും കൂടിയായിരിക്കും ഈ വ്യക്തി വളർന്നിട്ടുള്ളത്. എപ്പോഴും മൂഡ് സ്വിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അമ്മയിൽ നിന്നുമൊക്കെയുള്ളൊരു സപ്പോർട്ട് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അമ്മ നിമിത്തം ധനം, ഐശ്വര്യം ഒക്കെ വരാനുള്ള സാധ്യതയും ഉണ്ട്. അടുത്തത് 4-ാം ഭാവാധിപൻ 2-ൽ നിന്നാൽ, 2-ാം ഭാവം ധനമാണ്, വിദ്യയാണ്, വാക്കാണ്. അപ്പോൾ 4-ാം ഭാവാധിപൻ 2-ൽ നിന്നാൽ 4-ൻ്റെ 11 2. അപ്പോൾ സ്വാഭാവികമായിട്ടും ധനപരമായിട്ടുള്ള അവരുടെ കഴിവുകൾ, ധനപരമായിട്ടുള്ള അവരുടെ ആഗ്രഹങ്ങൾ, ഇതൊക്കെ സാക്ഷാത്കരിച്ചാൽ മാത്രമേ ആ 4-ൻ്റെ കംഫോർട്ട് അവർക്ക് കിട്ടത്തുള്ളൂ. അതൊരു പരിധിവരെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും അവർക്കുണ്ടാവും. വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നുമുള്ള സപ്പോർട്ടുകളൊക്കെ അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോഴാണ് അവർക്ക് കൂടുതൽ ധനപരമായിട്ടുള്ള ഉയർച്ചകളിലേക്കും ഇതിലേക്കുമൊക്കെ പോകാൻ പറ്റുന്നത്. 4-ാം ഭാവത്തിന് ബലവാനായിട്ട് 4-ാം ഭാവാധിപൻ 2-ൽ നിന്ന് കഴിഞ്ഞ് ധനപരമായിട്ടുള്ള ഉയർച്ചയും വിദ്യ ഇതെല്ലാം പഠിക്കാനൊക്കെ വീട്ടിൽ നിന്ന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. നന്നായിട്ട് പൈസ മുടക്കി പഠിപ്പിക്കുകയും അവരതിനകത്ത് കൂടുതൽ ഒന്ന് ഫോക്കസ് ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യും. അടുത്തത് 4th ഹൗസ് ലോഡ് ഇൻ 3rd ഹൗസ്. 4-ാം ഭാവാധിപൻ 3-ൽ നിന്നാൽ, 4-ൻ്റെ 12-ാം ഭാവമല്ലേ 3-ാം ഭാവം. 4-ാം ഭാവാധിപൻ 3-ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാമിലി മെമ്പേഴ്സുമായിട്ട്, അമ്മയുമായിട്ടോ അമ്മയുടെ ഈ ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യത വളരെ കുറവായിരിക്കും. ചിലപ്പം അമ്മ നേരത്തെ മരിച്ചു പോവാം, അല്ലെങ്കിൽ അമ്മയിൽ നിന്നും അകന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങളും വീട്ടുകാരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, 3rd ഹൗസ് കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങളും വീട്ടുകാരും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും സ്ട്രോങ് ആയിട്ട് പോകത്തില്ല, എപ്പോഴും അകൽച്ചയായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിൽ സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു നഷ്ടം, വീട്, പ്രോപ്പർട്ടി, പാരമ്പര്യം ഒരു നഷ്ടമായിരിക്കും സാധ്യത. അതുപോലെ തന്നെ സിബ്ലിങ്സ് ആണ് 3. അപ്പോൾ 4-ാം ഭാവാധിപൻ 3-ൽ നിൽക്കുന്ന സമയത്ത് സിബ്ലിങ്സിന് വേണ്ടിയിട്ട് ചില നഷ്ടങ്ങൾ നിങ്ങൾക്ക് സഹിക്കേണ്ടതായിട്ട് വരും. അവരുമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാം. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരാം. പൊതുവേ 4-ാം ഭാവാധിപൻ 3-ൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഏതൊരു ഭാവത്തിൻ്റെയും 12-ാം ഭാവം എന്ന് പറയുന്ന ആ ഭാവത്തെ നശിപ്പിക്കുന്ന ഭാവമാണ്. അതുകൊണ്ട് തന്നെ 4-ാം ഭാവാധിപൻ ആ ഭാവത്തിൻ്റെ 12-ാം ഭാവത്തിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരസ്വസ്ഥതകൾ വരും. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും. വീട്ടുകാരുമായിട്ട്, സിബ്ലിങ്സുമായിട്ട്, സഹോദരങ്ങളുമായിട്ട്, ഇളയ സഹോദരങ്ങളുമായിട്ടൊന്നും ചേർച്ചയില്ലാതെ വരും. ഇളയ സഹോദരങ്ങൾ നിമിത്തം നിങ്ങൾക്ക് നഷ്ടങ്ങളുണ്ടാവാനുള്ള സാധ്യതകളും ഉണ്ട്. അടുത്തത് 4th ഹൗസ് ലോഡ് ഇൻ 4th ഹൗസ്. 4-ാം ഭാവാധിപൻ 4-ാം ഭാവത്തിൽ നിന്നാൽ, 4-ാം ഭാവാധിപൻ 4-ാം ഭാവത്തിൽ നിന്നാൽ ഉറപ്പായിട്ടും മറ്റ് ഗ്രഹങ്ങളുടെ ഒന്നും ഇൻഫ്ലുവൻസോ പാപമധ്യസ്ഥിതിയിലോ പാപബന്ധമോ ഒന്നും ഇല്ലെങ്കിൽ, വ്യാഴത്തോടൊപ്പം ഒക്കെയാണ് നിൽക്കുന്നതെങ്കിൽ, ഭാവത്തിനും തൽപ്പതിക്കും കാരക ഗ്രഹത്തിനും 3 പേർക്ക് ബലമുണ്ടായാൽ എന്നുള്ളത് വളരെ വിശാലമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചെറുതായിട്ട് 3 കാര്യം പറയുന്നുണ്ടെങ്കിൽ ആ 3 എണ്ണത്തിന് ഒരുപാട് ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. അപ്പം ഭാവാധിപൻ ഭാവത്തിൽ നിൽക്കുന്നത് തന്നെയല്ലേ ഏറ്റവും ബലം. സ്വക്ഷേത്ര ബലവാനല്ലേ ആ ഗ്രഹം. അപ്പം ഭാവാധിപൻ ഭാവത്തിൽ നിൽക്കുമ്പോൾ ഭാവത്തിന് പുഷ്ടിയാണ്. 4-ാം ഭാവം കൊണ്ട് പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ടാവും. അനുഭവയോഗം 5ഉം കൂടെ വെച്ചിട്ടാണ് പറയുന്നത്. 4-ൻ്റെ 7-ാം ഭാവമായ 10-ാം ഭാവവും, അതുപോലെ തന്നെ 5-ാം ഭാവവും 4-ൻ്റെ തൊട്ടടുത്ത ഭാവമായിട്ടുള്ള 5-ാം ഭാവമൊക്കെ കൂടെ വെച്ചിട്ടാണ് അത് പറയുന്നത്. എന്നാൽ പോലും 4-ാം ഭാവാധിപന് ബലമുണ്ടെങ്കിൽ, 4-ാം ഭാവാധിപൻ 4-ൽ നിന്നാൽ 4 കൊണ്ട് പറയേണ്ട ഗുണങ്ങളെല്ലാം ഉണ്ടാവും. സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇമോഷണൽ കണക്ഷൻസ് വിത്ത് ഫാമിലി, നല്ല ഒരു ഫാമിലി ലൈഫ് ഉണ്ടാവും, നല്ല സപ്പോർട്ടീവായിട്ടുള്ളൊരു ഫാമിലിയെ കിട്ടും. നിങ്ങളുടെ ഇമോഷണൽ ഫൗണ്ടേഷൻ ഷേപ്പ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഫാമിലി ബോണ്ടിങ് ആയിരിക്കും. ഒരു നല്ല ശക്തമായിട്ടുള്ളൊരു സ്നേഹം കുടുംബത്തോടും അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും ഒക്കെ ഉണ്ടാകും. അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്, അതൊക്കെ ഒരു പുണ്യമാണ്. അതെല്ലാം കൂടെ ചേർത്ത് കിട്ടാൻ. ഇന്ന് നമ്മൾ നാർസിസ്റ്റിക് ഫാദറിനെ കുറിച്ചും നാർസിസ്റ്റിക് മദറിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന കാലഘട്ടമാണ്. അല്ലെങ്കിൽ ഇതൊക്കെ പണ്ടും ഉണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ ഓരോ പേര് കൊടുത്തിട്ട് അതിൻ്റെ ഓരോ രീതികൾ ഇങ്ങനെയൊക്കെയാണെന്ന് പഠിക്കുന്നു എന്നുള്ളൂ. പണ്ടും എല്ലാ കാലഘട്ടത്തിലും ഇതൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് പല പേരുകളിൽ പറഞ്ഞിരുന്നു, ഇന്നത് പുതിയ പുതിയ പേരുകൾ പറയുന്നു. അതൊക്കെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറുകളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ വിക്റ്റിമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക്ഹോം സിൻഡ്രോം പോലെ നമ്മളത് വിക്റ്റിമായിട്ട് അങ്ങനെ ഭയന്ന് ജീവിക്കേണ്ടി വരുന്ന ആൾക്കാർക്ക് 4-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങളായിരിക്കും കൂടുതൽ. 4 കേതു, കുജനും കേതുവും കൂടെ 4-ൽ, ഇതൊക്കെ വരുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്നൊരു അകൽച്ചയും
നാലാം ഭാവാധിപൻ 4-ൽ നിൽക്കുകയും ശുഭഗ്രഹങ്ങളുടെ വീക്ഷണവും ശുഭഗ്രഹങ്ങളുടെ നക്ഷത്രത്തിലും മൊത്തത്തിൽ ഒരു ഐശ്വര്യമാണ് 4-ാം ഭാവാധിപൻ 4-ൽ നിൽക്കുന്നത്. മറ്റേ പാപദൃഷ്ടിയോ പാപബന്ധമോ ഒന്നും ഇല്ലാതെ 4-ാം ഭാവാധിപൻ 4-ൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കുടുംബത്തിൽ നിന്നൊക്കെ ഒരു ഐശ്വര്യവും അനുഗ്രഹവും ഒരു പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പം നമുക്ക് 4-ാം ഭാവാധിപൻ 5-ൽ നിന്നാൽ എന്തായിരിക്കും ഫലം എന്നുള്ളതും കൂടി ഒന്ന് നോക്കാം. അപ്പം 4-ാം ഭാവാധിപൻ 5-ൽ നിന്നാൽ എന്തായിരിക്കാം ഫലം? 4-ാം ഭാവാധിപൻ ആ ഭാവത്തിൻ്റെ തൊട്ടടുത്ത ഭാവമായിട്ടുള്ള 5-ൽ നിൽക്കുമ്പോൾ സന്താനങ്ങൾ നിമിത്തം സന്തോഷം, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയത് ഉണ്ടാവും. അതുപോലെ തന്നെ വീട് മനസ്സിന് ഗുണമുണ്ടാവുന്ന രീതിയിൽ, മനസ്സിന് സന്തോഷം തരുന്ന രീതിയിൽ ഒരുപാട് ഗുണാനുഭവങ്ങൾ വീട്ടിൽ നിന്ന് വരും. അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള ചില കാര്യങ്ങൾ, കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന 5-ാം ഭാവം ക്രിയേറ്റിവിറ്റിയാണ്, പ്രജ്ഞാമേധ. അപ്പം കലാപരമായിട്ട് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ചില കലകൾ, പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഉപാസന, പാരമ്പര്യമായിട്ട് കിട്ടുന്ന മന്ത്രസമ്പ്രദായങ്ങൾ, ഇതൊക്കെ 4-ാം ഭാവാധിപൻ 5-ൽ നിന്ന് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമ്മളിലേക്ക് വന്നു ചേരും. പിന്നെ ഈ പോസിബിൾ ഫോർ ഇമോഷണൽ ഡ്രാമ, ഈ 4-ാം ഭാവാധിപൻ 5-ൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ ഡ്രാമയ്ക്കും അതേപോലെ ഈ അറ്റൻഷൻ സീക്കിങ്ങിനും ഒക്കെ ഉള്ളൊരു ടെൻഡൻസി കുറച്ച് കൂടും. പിന്നെ കുറച്ച് പ്രണയത്തോടൊക്കെ കുറച്ച് താല്പര്യമുള്ളവരായിരിക്കും. പക്ഷെ പ്രണയം പരാജയപ്പെടും. പക്ഷെ 4-ാം ഭാവാധിപൻ 5-ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രണയത്തോടും കലാപരമായ വിഷയങ്ങളോടും പാരമ്പര്യമായിട്ടുള്ള വിഷയങ്ങളോടുമൊക്കെ ഒരു താല്പര്യം വരും. സാധനയോടൊരു താല്പര്യം വരും. അമ്മ വഴിയുള്ള പരമ്പരയോടോ അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യത്തോടൊക്കെ ഒരു സ്നേഹവും ഒക്കെ വരും. ഫാമിലി ഡൈനാമിക്സാണ് റൊമാൻറ്റിക് ലൈഫിനെയും റിലേഷൻഷിപ്പ് ലൈഫിനെയും ഒക്കെ ഷേപ്പ് ചെയ്യുന്നത്. അപ്പം നല്ല കുടുംബത്തിലൊക്കെയാണ് ജനിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, നല്ല അച്ഛനമ്മമാർ തമ്മിൽ നല്ല റാപ്പുള്ള കുടുംബത്തിലാണ് ജനിച്ചിട്ടുള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ 4-ാം ഭാവാധിപൻ 5-ൽ നിൽക്കുന്നവർക്ക് അവരുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പും ഈ പറഞ്ഞ ക്രിയേറ്റിവിറ്റിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വീട്ടിൽ നിന്ന് കിട്ടും. അപ്പോൾ അതൊരു നല്ല മനുഷ്യരായിട്ടും ഇതായിട്ട് മാറും. പക്ഷേ ഈ 4-ാം ഭാവാധിപൻ 5-ൽ നിൽക്കുകയും 4-ൽ പാപഗ്രഹങ്ങൾ നിൽക്കുകയും ഈ രവി ലഗ്നത്തിൽ വരികയൊക്കെ ചെയ്താൽ പുറമേ ഭയങ്കര ഡീസൻ്റ് ആയിരിക്കും. ഇവർ ഭയങ്കര ഡീസൻ്റായിട്ടുള്ള മനുഷ്യനായിരിക്കും, വളരെ ജെൻറ്റിൽമാൻ അല്ലെങ്കിൽ വളരെ നല്ല സ്ത്രീ എന്നൊക്കെ പറയുന്നത്. പക്ഷേ അവരുടെ റിലേഷൻഷിപ്പിൽ ഒരു നാർസിസ്റ്റിക് സ്വഭാവം അവർക്കുണ്ടാവും. മറ്റുള്ളവർക്ക് ഇവരെക്കുറിച്ച് മനസ്സിലാകത്തില്ല. എല്ലാവരുടെയും മുന്നിൽ ഭയങ്കര സ്നേഹത്തോടും നന്മയോടും കൂടി പെരുമാറും. പക്ഷെ മാറിക്കഴിയുമ്പം പറയുന്ന രീതികൾ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ ഉണ്ടാകും. അത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന, മിക്കവാറും അവരുടെ പാരമ്പര്യമായിട്ട് അവർക്ക് ആർക്കെങ്കിലും അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അവരുടെ ഒരു സ്വഭാവ രീതികൾ ഇവർക്ക് വരികയും, എന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ, പുറമേ കാണിക്കുന്നവരുടെ മുന്നിൽ വളരെ ഡീസൻറ്റും അല്ലാത്ത വളരെ മോശവും ആയിരിക്കും. അതുകൊണ്ട് തന്നെ പലരുടെയും ജീവിതം താളം തെറ്റുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ട്. 4-ാം ഭാവാധിപൻ 5-ലും 5-ാം ഭാവാധിപൻ 4-ലുമായിട്ട് പരിവർത്തനം ചെയ്ത് നിൽക്കുമ്പോൾ കുറേ ഭൗതിക സുഖങ്ങളൊക്കെ ഉണ്ടാവും. നല്ല ജോലിയായിരിക്കും, കാശുണ്ടാവും, കുഞ്ഞുങ്ങളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ ഭാര്യയും ഭർത്താവും തമ്മിൽ രണ്ട് ഇതായിരിക്കും, ഡിവോഴ്സ് ആവും. ഒട്ടും സഹിക്കാൻ പറ്റാത്ത പക്ഷേ ഇവരെക്കുറിച്ച് പുറത്ത് പോയി വക്കീലിൻ്റെ അടുത്തോ കൗൺസിലിങ്ങിൻ്റെ അടുത്തോ ചുറ്റുപാട് നിൽക്കുന്നവരുടെ അടുത്തോ പറഞ്ഞാലും മനസ്സിലാവുന്നുണ്ട്. ഇവരെക്കുറിച്ച് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. ഈ പറയുന്ന ആൾക്കാരായിരിക്കും 4-ാം ഭാവാധിപൻ 5-ൽ നിന്നിട്ട് അത് നാർസിസ്റ്റായി മാറുന്നവരുടെ വിക്ടിമിനെ ആരും വിശ്വസിക്കത്തില്ല. അപ്പം 4-ാം ഭാവാധിപൻ 5-ൽ നിൽക്കുകയും 4-ൽ കുജൻ വരികയും അവിടെ വ്യാഴബന്ധം ഇല്ലാതിരിക്കുകയും അതുപോലെ തന്നെ 7-ാം ഭാവാധിപൻ 8-ൽ പോവുകയും 7-ാം ഭാവാധിപൻ 6-ൽ വരികയും ശുക്രൻ 6, 8, 12 ഇപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന ഗ്രഹനിലകളുണ്ട്. വ്യാഴബന്ധം വരരുത്. പറഞ്ഞതിനൊന്നും വ്യാഴബന്ധം വരാതൊക്കെ വന്നാൽ 4-ൽ കുജനും കേതുവും യോഗം വന്നിട്ട് 5-ൽ 4-ാം ഭാവാധിപനായ ഒരു ഗ്രഹം 5-ൽ നിൽക്കുക, അത് പാപബന്ധം വരിക, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാമിലിയിൽ നിന്ന് കിട്ടിയ ചില കാര്യങ്ങൾ കാരണം അവരുടെ ജീവിതത്തിൽ അവരുടെ മുന്നോട്ടുള്ള തലമുറയെ കൊണ്ടുപോകേണ്ട അവരുടെ ഫാമിലി ലൈഫും, ഇപ്പം ഫാമിലിയിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നതാണ്, അതിൽ നിന്നുമാണ് അവരുടെ ലൈഫിലൂടെയാണ് അടുത്ത തലമുറയായിട്ടുള്ള സന്താനങ്ങൾ വരുന്നത്, അങ്ങോട്ട് പോകുന്നത്. അവിടെയൊക്കെ ഇവർക്ക് ഒരു ഇമോഷണൽ കണക്ഷൻസും ഉണ്ടാകത്തില്ല. ഫുൾ ഈഗോ ആയിരിക്കും. ഒരു നാർസിസ്റ്റിക് അബ്യൂസർ ആവാനുള്ള സാധ്യതയും ഉണ്ട്. എന്നാൽ 4-ാം ഭാവാധിപൻ ബലമായിട്ട് 5-ൽ നിൽക്കുകയും വ്യാഴബന്ധമൊക്കെ വരികയും 4-ന് വ്യാഴബന്ധം അല്ലെങ്കിൽ 4-ാം ഭാവാധിപന് വ്യാഴബന്ധമൊക്കെ വരികയൊക്കെ ചെയ്താൽ ലക്ഷ്യം ദോഷ ഗുരുഹന്തി എന്നാണ്.
നല്ല മനുഷ്യരായിരിക്കും. അവർക്ക് വീട്ടിൽ നിന്ന് ഒരുപാട് പാഠങ്ങളും നല്ല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ടാകും. അച്ഛനമ്മമാർ വളരെ കൃത്യമായിട്ട് അവർക്കെല്ലാം വേണ്ടത് പറഞ്ഞു കൊടുത്തായിരിക്കും വളർത്തിയിട്ടുള്ളത്. എല്ലാവിധ ഐശ്വര്യങ്ങളും കാര്യങ്ങളും അവർക്കുണ്ടാവും. നല്ല നിലവാരത്തിലേക്ക് അവരുടെ തലമുറയും അവരുടെ കുറച്ച് അറ്റൻഷൻ സീക്കിംഗ് ഒക്കെ ഉണ്ടാവും. അവരെ കുറച്ച് കെയർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. മൂക്കത്ത് കുറച്ച് ശുണ്ഠിയൊക്കെ ഉണ്ടാവും. കംഫർട്ടൊക്കെ പൊളിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും. എന്നാൽ പോലും നല്ല ഐശ്വര്യവും അനുഗ്രഹവുമുള്ള, നന്നായിട്ട് സ്നേഹിക്കുന്ന, നല്ല റിലേഷൻഷിപ്പൊക്കെയുള്ള ആൾക്കാരും ആവും. അപ്പം ഇനി അടുത്ത 4-ാം ഭാവാധിപൻ 6. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമസ്കാരം.